ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കൾ റെഡി ആണല്ലോ? നമുക്ക് പരീക്ഷയിലോട്ട് പോയാലോ മക്കളെ? നമ്മള് ഈ ഒരു ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ മക്കൾ എന്ത് ചെയ്യണം? എക്സാമിന് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ സബ്ജക്ട് എന്ന് പറയുന്ന മക്കളെ നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ്. കൂട്ടുകാരുടെ ഇന്റഗ്രേഷൻ എക്സാം ഇല്ലേ മക്കളെ, അഥവാ ഉദ്ഗ്രഥനം എക്സാം, ആ എക്സാമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേ മക്കളെ? അപ്പൊ മിസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ഒരു സെക്ഷൻ ആക്കിയിട്ടുണ്ടായിരിക്കും. കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കളുടെ പേരുകൾ എഴുതുക, സ്കൂൾ എന്നുള്ളത് മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് എഴുതുക, ഡിവിഷൻ എന്നുള്ളിടത്തും ക്ലാസ് എന്നുള്ളിടത്തും മക്കളുടെ ക്ലാസ്സും ഡിവിഷനും കൃത്യമായിട്ട് തെറ്റാതെ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ? ജലസ്രോതസ് എന്താണ്? നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത് ജലസ്രോതസ് എന്നതാണ് അല്ലെ. ക്വസ്റ്റ്യൻ വായിച്ചാലോ മക്കളെ? കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എന്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞനാമയുടെ വിളി കേട്ടിട്ടാണ് മക്കളെ ആര് ഉണർന്നിട്ടുണ്ടായിരുന്നത്? പൂമ്പാറ്റകള് ഉണർന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, എന്നിട്ട് കുഞ്ഞനാമ എന്ത് പറഞ്ഞു കൊടുത്തു അവരുടെ അടുത്ത്? ഇന്നലെ രാത്രി പെയ്തിട്ടുള്ള മക്കളെ മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക? വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. ശക്തമായിട്ടുള്ള മഴയിൽ എന്റെ താമസ സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്? നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് പൂമ്പാറ്റകൾ എന്ത് ചെയ്യാണ്? കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയതാണല്ലോ. അപ്പൊ കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ കാണാം കുഞ്ഞനാമയുടെ താമസ സ്ഥലം അല്ലെ. അവിടെ കുഞ്ഞനാമയുടെ കൂടെ ഒരുപാട് മറ്റു ജീവികളുണ്ട് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ്? ഏതാണ് മക്കളെ? എന്താണിത്? കൂട്ടുകാർക്ക് ചിത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണത്? ഒരു കുളമാണ് അല്ലെ. ഇതാണ് കുളമാണ്. അപ്പൊ കുളത്തിലാണ് ആരുടെ താമസം? നമ്മുടെ കുഞ്ഞനാമയുടെ താമസം. അപ്പം ഏത് ജലസ്രോതസ്സാണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ അവിടെ എന്താണ് എഴുതേണ്ടത് മക്കളെ? കുളം. കാ എഴുതുക, ചിഹ്നം ള അം, കുളം. ഓക്കെ അല്ലേ മക്കളെ? കുളം. ഇനി അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തവയിൽ നിന്ന് ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. അപ്പൊ നോക്കിക്കേ, നമുക്ക് താഴെ തന്നിട്ടുണ്ട്, അവിടെ ജലസ്രോതസ് എന്ന് സെന്ററിൽ തന്നിട്ടുണ്ട് അല്ലെ. അതിലോട്ട് തന്നിട്ടുള്ള പേരുകൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ജലസ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഇവിടെ നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് വൺ ഏതാണ്? കിണറാണ്. കിണർ ഒരു ജലസ്രോതസ് ആണോ? അതെ. അപ്പൊ കിണർ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം, ഇതിലോട്ട് വരയ്ക്കാം. ദെൻ അടുത്തത് ഏതാ മക്കളെ? മഴവില്ലാണ്. മഴവില്ല് ജലസ്രോതസ് ആണോ മക്കളെ? അല്ല അല്ലെ. അപ്പൊ അത് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ അടുത്തത് ഏതാ വരുന്നത്? കാറ്റാണ്. കാറ്റ് ഒരു ജലസ്രോതസ് ആണോ മക്കളെ? കാറ്റ് ജലസ്രോതസ് അല്ല അല്ലെ. ദെൻ അടുത്തത് ഏതാ വരുന്നത് മക്കളെ? തോടാണ് വരുന്നത്. തോട് ഒരു ജലസ്രോതസ് ആണോ? യെസ്, തോട് എന്ന് പറഞ്ഞാൽ ഒരു ജലസ്രോതസ് ആണ് അല്ലെ. ദെൻ അടുത്തത് എന്താണ് മക്കളെ? മിന്നലാണ്. മിന്നൽ ജലസ്രോതസ് ആണോ? അല്ല അല്ലെ. ദെൻ അടുത്തത് ഏതാണ്? ആമ്പലാണ്. ആമ്പൽ ഒരു ജലസ്രോതസ് ആണോ മക്കളെ? അല്ല, ജലസ്രോതസ്സിൽ ഉണ്ടാവുന്ന ഒരു പൂവാണ് ഇത് ആമ്പൽ എന്ന് പറയുന്നത് അല്ലെ. ദെൻ അടുത്തത് പുഴയാണ്. പുഴ ജലസ്രോതസ് ആണോ? യെസ്, പുഴ ഒരു ജലസ്രോതസ് ആണ്. കടല് ജലസ്രോതസ് ആണോ മക്കളെ? യെസ്, കടലും ഒരു ജലസ്രോതസ് ആണ്. കാട് ജലസ്രോതസ് ആണോ? അല്ല. തടാകം ജലസ്രോതസ് ആണോ എന്ന് ചോദിച്ചാൽ തടാകവും എന്താണ് മക്കളെ? ജലസ്രോതസ്സുകളാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഏതൊക്കെയാ ജലസ്രോതസ്? കിണറ്, തോട്, പുഴ, കടൽ, തടാകം തുടങ്ങിയവ ജലസ്രോതസ്സുകളാണ്. ജലസ്രോതസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി മക്കളടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. നമ്മുടെ
പാഠഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കിണറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ മക്കളെ? ഓർക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ചിട്ട് താഴെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, മിസ് കിണറിനെ കുറിച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാം മക്കളെ, കിണർ എന്നുള്ള രീതിയിൽ ഒരു ഹെഡിങ് കൊടുക്കുക. ഇനി മക്കൾ കുളമോ പുഴയെ കുറിച്ചൊക്കെയാണ് എഴുതുന്നതെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, പുഴ എന്നുള്ളതാണെങ്കിൽ പുഴ എന്നും കുളം എന്നുള്ളതാണെങ്കിൽ കുളം എന്നുള്ളതും ഹെഡ്ലൈൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, കിണർ ഒരു പ്രധാന ജലസ്രോതസ്സാണ്. കിണറിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്നു. കിണറിലെ വെള്ളം ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. കുളിക്കാനും പാചകം ചെയ്യാനും ഉപയോഗിക്കുന്നു. കിണറിലെ വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കണം. അപ്പൊ നോക്കിക്കേ മക്കളെ, വളരെ കുറച്ച് പോയിന്റുകൾ മിസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത്ര മക്കൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂലേ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, കിണർ ഒരു പ്രധാന ജലസ്രോതസ്സാണ്. കിണറിൽ നിന്നാണ് നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നത് അല്ലെ. കിണറിലെ വെള്ളം നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും മക്കളെ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അല്ലെ. കുടിക്കാനായിക്കോട്ടെ, കുളിക്കാനായിക്കോട്ടെ, പാചകം ചെയ്യാനായിക്കോട്ടെ, ഇനി ചെടികൾ നനയ്ക്കാനോ വാഹനങ്ങൾ കഴുകാനോ ഒക്കെ നമ്മൾ എന്താണ്, നമ്മുടെ വീടുകളിൽ കിണറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് വെള്ളം നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് അല്ലെ. പിന്നെ നമ്മളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കിണറിലെ വെള്ളം പാഴാകാതെ സൂക്ഷിക്കണം അല്ലെ. കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് അല്ലെ, അതിൽ മലിനമായാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, കിണറിലെ വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുക, അതായത് വെറുതെ വേസ്റ്റ് ചെയ്യാതെ കളയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്, കിണറിലെ വെള്ളം എന്ത് ചെയ്യാൻ പാടില്ല മക്കളെ, മലിനമാക്കാനായിട്ട് കൂടി പാടില്ല. കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് അല്ലെ, അതില് മലിനമാക്കിയാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ അതുവഴി വരാനിടയുണ്ട്. അതുപോലെ തന്നെ കിണറിലെ വെള്ളം നമ്മൾ പറഞ്ഞ ശുദ്ധജലമാണ്. ശുദ്ധജലം ആവശ്യമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല, കളയാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ ജലസ്രോതസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജലസ്രോതസ്സുകളുടെ പേരുകൾ മനസ്സിലാക്കി കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് സെന്റൻസുകൾ എഴുതാനായിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കാം മക്കളെ. എന്താണ്? കടങ്കഥ എന്നതാണ്. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആകാശത്തൊരു പാട്ട്, മണ്ണിലൊരു തണുപ്പ്, ഇലകളിൽ നൃത്തം. എന്താണ് മക്കളെ ഉത്തരം വരുന്നത്? ഇവിടെ നമുക്ക് ചേനയുണ്ട്, മഴയുണ്ട്, ചീരയുണ്ട്, അതുപോലെ തന്നെ വാഴക്കുലയുണ്ട് അല്ലെ. അപ്പം ആകാശത്തൊരു പാട്ട്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ നൃത്തം. എപ്പോഴാണ് മക്കളെ ആകാശത്ത് പാട്ട് വരാറുള്ളത്? ആര് വരുമ്പോഴാണ്? യെസ്, നമ്മുടെ മഴ വരുമ്പോഴാണ് അല്ലെ. അപ്പം ഏതിലോട്ട് മക്കളെ ചേർത്തണം? ഇതിലോട്ട് വേണം വരച്ച് ചേർക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താണ്? പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. നമ്മൾ സെയിം കടങ്കഥ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഉത്തരം എന്താണ്? യെസ്, ചീരയാണ് ഉത്തരം വരുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, അടിപ്പാറ, നടുവടി, മേലെ കൂട. ഉത്തരം എന്താണ്? എന്താണ് മക്കളെ? നമുക്ക് എന്ത് പറയാം? അടിപ്പാറ, നടുവടി, മേലെ കൂട. ആരാണ്? ചേനയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കിക്കേ, 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. ചിത്രം തന്നെ കണ്ട മക്കൾക്ക് അറിയാലോ, ഇതിനെയാണ് നമ്മുടെ വാഴപ്പഴങ്ങളെയാണ് 1000 തത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. അതിന് തുഞ്ചത്തായിട്ട് ഇതുപോലൊരു സ്ഥാനം നമ്മൾ കാണാറില്ലേ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ 1000 തത്തയ്ക്ക് ഒരു കൊക്ക്, അത് ഇതിലോട്ട് മാച്ച് ചെയ്യാം.
ക്ലിയർ അല്ല മക്കളെ? കടങ്കഥ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഡിസ്കസ് ചെയ്തിട്ടുള്ള കടങ്കഥകൾക്ക് മക്കള് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിക്കുക, മക്കളുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ മക്കളടുത്ത് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയെങ്കിൽ അറിഞ്ഞുകൊണ്ട് എഴുതാ. നോക്കിക്കേ, മഞ്ഞൾ എന്ന ഉത്തരം വരുന്ന ഒരു കടങ്കഥ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം എഴുതാം മക്കൾ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കടങ്കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെയും എഴുതാം കേട്ടോ. ഓക്കെ, നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മണ്ണിനടിയിൽ പൊന്നമ്മ. എന്ത് നമുക്ക് എഴുതാം മക്കളെ? മണ്ണിനടിയിൽ പൊന്നമ്മ. ഉത്തരം എന്താണ്? മഞ്ഞൾ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മണ്ണിനടിയിൽ പൊന്നമ്മ, ഉത്തരം എന്താണ്? മഞ്ഞൾ. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ്? നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതും. മുന്നേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ കൃഷിയുടെ ഘട്ടങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നെൽകൃഷിയുടെ ഘട്ടമാണേ. അപ്പൊ ദാ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, നിലം ഒരുക്കുന്നതും ഞാറ് നടുന്നതും അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നതും എല്ലാം നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ചിത്രങ്ങൾ നോക്കിയിട്ട് വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് പഠിക്കാനായിട്ട് പറഞ്ഞ സെക്ഷൻ അല്ലേ മക്കളെ? അതിൽ ആദ്യം ഏതാണ് വരുന്നത്? നിലം ഒരുക്കലാണ്. ഏതാണ്? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലം ഒരുക്കൽ, പിന്നെയോ വിത്ത് വിതയ്ക്കൽ, അതുപോലെ തന്നെ ഞാറ് നടല്, പിന്നെയോ ഇത് വരും നെല്ല് കൊയ്യല്. ഏറ്റവും അവസാനമാണ് നെല്ല് എന്ത് ചെയ്യുന്നത്? മെതിച്ചെടുക്കുന്നത് അല്ലെ? ആ പുല്ലിൽ നിന്ന് നെല്ലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ഏതാണ് ഫസ്റ്റ്? നിലം ഒരുക്കൽ, പിന്നെയോ വിത്ത് വിതയ്ക്കൽ, ഞാറ് നടൽ, നെല്ല് കൊയ്യൽ, മെതിക്കൽ. മെതിക്കൽ. ക്ലിയർ അല്ല മക്കളെ? ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി കുറച്ച് എഴുതാൻ പ്രയാസമൊക്കെ ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു കൃഷിയുടെ ഘട്ടം കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അത്രയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ മക്കളെ, നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, ഞാറ് നടല്, നെല്ല് കൊയ്യൽ, മെതിക്കൽ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് നമ്മള് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. കടങ്കഥ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കൃഷിയുടെ ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ജലസ്രോതസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് മുന്നിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.